ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപായിട്ട് കൊടുത്തിട്ടുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്സ്? വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതം അല്ലേ, ആശ്ചര്യം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് അതിൻ്റെ പിറകിലുള്ള സ്റ്റോറീസ് അറിഞ്ഞതിന് ശേഷം അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്സ്? ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പിറകിൽ ചില പെയിൻറ്റിങ്സിൻ്റെ പിറകിൽ വളരെ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ, വണ്ടർ തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിങ് പ്രേയിങ് ഹാൻഡ്സ്. അപ്പോൾ നമ്മളുടെ സ്റ്റോറിയുടെ പേരും പ്രേയിങ് ഹാൻഡ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ക്ലാസിക്കൽ പെയിൻറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലെറ്റ് us read. അപ്പോൾ നമുക്കത് വായിക്കാം. പ്രേയിങ് ഹാൻഡ്സ്. അപ്പോൾ ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പ്രാർത്ഥിക്കുന്ന കൈകൾ അല്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ കൈകൾ കൂപ്പാറുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത് ആൽബ്രറ്റ് ഡ്യൂററിൻ്റേതാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു സ്റ്റോറിയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany lived the Dürer family with 18 children. അപ്പം ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 15ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് 15ാമത്തെ നൂറ്റാണ്ടിലാണ്. എവിടെയാണ്? ഇൻ എ ടൈനി വില്ലേജ് ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ള ഒരു ടൈനി വില്ലേജ്, ഒരു ചെറിയ ഗ്രാമം. ടൈനി മീൻസ് സ്മോൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഓക്കെ, അവിടെ ലീവ്ഡ് ദ ഡ്യൂറർ ഫാമിലി വിത്ത് 18 ചിൽഡ്രൻ. അപ്പം ഡ്യൂറർ ഫാമിലി എന്ന് പറഞ്ഞാൽ അത് ഫാമിലി നെയിമാണ്, ഒരു കുടുംബത്തിൻ്റെ പേരാണ്. അവിടെ എത്ര പേരുണ്ടായിരുന്നു? 18 കുട്ടികളുണ്ട്. ഒരു ഫാമിലി, ഡ്യൂറർ ഫാമിലി, അവിടെയുള്ള ആ ഒരു ഫാമിലിയിലുള്ള അച്ഛനും അമ്മയ്ക്കും എത്ര കുട്ടികളാണ്? 18 കുട്ടികളുണ്ടായിരുന്നു. ഇന്നത്തെ കാലമല്ല, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് പിന്നെ ഇത് അവിടെ പിന്നെയും പറയുന്നുണ്ട്. യെസ്, 18. നമുക്കിപ്പം 18 കുട്ടികൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആശ്ചര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത്. യെസ്, 18. അതെ, 18 കുട്ടികളുണ്ട് എന്ന്. ജസ്റ്റ് to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. അപ്പോൾ ഈ 18 കുട്ടികൾക്കുള്ള ഫുഡ് അവർക്ക് ടേബിളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അതായത് 18 പേർക്കുള്ള ആഹാരം വേണം അല്ലേ. അപ്പം അതിന് പണം വേണം. നമുക്ക് ആഹാരം കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആണ് നമുക്ക് ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പണം ഉണ്ടാക്കണം അല്ലേ. അപ്പം ഫാദർ എന്താണ്? ഒരു ഗോൾഡ് സ്മിത്ത് ആണ്. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടാനാണ്. ഓക്കെ, അദ്ദേഹം എന്താണ്? ഒരു ദിവസത്തിൽ ഓൾമോസ്റ്റ് 18 hours, 18 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് 18 മണിക്കൂർ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് കേട്ടോ. 18 മക്കൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ അത്രയും തന്നെ അദ്ദേഹം അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തട്ടാനായിട്ടുള്ള അദ്ദേഹം 18 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലിയാണ് കേട്ടോ, ഒരു ദിവസത്തിൽ 18 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. He also took on any other paying job he could find in the neighborhood. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽപ്പക്കത്തിൽ, അതായത് ഈ പരിസരത്തുള്ള അവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയ ആ ഒരു പരിസരത്ത് തന്നെയുള്ള പേയിങ് ജോബ്, അതായത് പണം കിട്ടുന്ന അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ എന്ത് തന്നെ ജോലി ആയാലും അദ്ദേഹം അതിനൊക്കെ പോകാറുണ്ട്. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും. ഓക്കെ, ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, അതായത് ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത ഒരു കണ്ടീഷൻ. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ പോലും two of the older children, Albert and Albert, had a dream. അപ്പം ഇങ്ങനെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള, പ്രതീക്ഷയില്ലാത്ത ഒരു കണ്ടീഷനിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു ഫാമിലിയിലുള്ള ഓൾഡർ ആയിട്ടുള്ള 2 കുട്ടികൾ, അതായത് മൂത്ത 2 കുട്ടികളുണ്ടല്ലോ, അവരുടെ പേരെന്താണ്? ആൽബ്രറ്റ്
ആൻഡ് ആൽബർട്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഡ്രീം ഉണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. സാധാരണ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയുമില്ലാത്ത വലിയൊരു ഫാമിലിയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ് ഡ്രീംസ് ഉണ്ടാവില്ല അല്ലേ. അവർക്ക് എന്താണ് സാഹചര്യം കൊണ്ട് ആവാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ആൽബർട്ടിനും അതേപോലെ ആൽബർട്ടിനും എന്താണ് ഡ്രീം ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. പെർസ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ടാലൻറ്റ്, അവർക്കൊരു ടാലൻ്റ് ഉണ്ട്, ആർട്ടിനോടുള്ള ടാലൻറ്റ്, കലയോടുള്ള. ഓക്കെ, അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് അവർക്ക് അത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബട്ട് ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കലയല്ലേ. കലയൊക്കെ പഠിക്കണമെങ്കിൽ ആ അക്കാദമിയിലൊക്കെ പോയിട്ട് ചേരണം എന്നുണ്ടെങ്കിൽ നല്ല ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇവർക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അറിയാം, ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. ആ ഒരു അക്കാദമിയിൽ, കല പഠിക്കുന്ന ആ ഒരു അക്കാദമിയിൽ അദ്ദേഹത്തിന് ഈ രണ്ട് മക്കളുടെ അച്ഛനെ ഒരിക്കലും അവരെ കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് ആ കുട്ടികൾക്ക് അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദ ടു ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്റ്റ്. അപ്പം ഈ രണ്ട് ബോയ്സും ഒരുപാട് സമയത്തേക്ക് ഡിസ്കഷൻ നടത്തി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ അക്കാദമിയിൽ ഒന്ന് ചേർന്ന് പഠിക്കണം, ആർട്ട് പഠിക്കണം. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇവർ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചു? ദ ടു ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്റ്റ്. അവസാനം ഈ രണ്ട് ബോയ്സും ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു, ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു. ദേ വുഡ് ടോസ് എ കോയിൻ. അവരെന്ത് ചെയ്യും? ഒരു കോയിൻ ടോസ് ചെയ്യും. ഒരാൾ ഹെഡ്, ഒരാൾ ടെയിൽ, അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കോയിൻ ടോസ് ചെയ്യും. ദ ലൂസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്. അപ്പം അതിൽ തോൽക്കുന്ന ആളുണ്ടല്ലോ, ലൂസറും ഒരു വിന്നറും ഉണ്ടാവല്ലോ. ലൂസർ എന്ന് പറഞ്ഞാൽ തോൽക്കുന്ന ആൾ. ഈ തോൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്. അടുത്തുള്ള ഖനികൾ. മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖനികൾ അല്ലേ. സ്വർണ്ണോ അല്ലെങ്കിൽ എന്താണ് ഡയമണ്ടോ ഒക്കെ കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ടല്ലോ. അപ്പം ആ അടുത്തുള്ള മൈൻസിൽ പോയിട്ട് വർക്ക് ചെയ്യണം തോൽക്കുന്ന ആൾ. ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. അപ്പം ആ ഒരു ഖനിയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ലൂസർ ഉണ്ടല്ലോ, അതായത് തോറ്റ ആൾ, ആ ആളുടെ സമ്പാദ്യം കൊണ്ട്, ഖനിയിൽ പോയിട്ട് ഏൺ ചെയ്യുന്ന ആ സമ്പാദ്യം കൊണ്ട് മറ്റേ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു അക്കാദമിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസൊക്കെ അടച്ച് ആ ഒരു ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം. ആരാണോ തോൽക്കുന്നത് അയാൾ ഖനിയിൽ പോയി പണി ചെയ്യുക, ജയിക്കുന്ന ആൾക്ക് അക്കാദമി ചേരാം. അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ കർത്തവ്യമാണ്? മൈനിൽ ജോലി ചെയ്യുന്ന ആളുടെ. In 4 years, the brother who won the toss would complete his studies. അപ്പം ആ ഒരു ടോസിൽ വിജയിച്ച ആൾ 4 വർഷം കൊണ്ട് അവരുടെ സ്റ്റഡീസ് എന്ത് ചെയ്യും? ആ ആളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യും. He would then support his brother to go to the academy. അപ്പം ആ 4 വർഷം അവിടെ പഠിച്ച് തിരിച്ച് വന്നിട്ടുള്ള ബ്രദർ ഉണ്ടല്ലോ, ആ ബ്രദർ മറ്റേ ബ്രദറിനെ ഫസ്റ്റ് ലൂസറായിട്ട് മൈനിൽ പോയിട്ട് എന്താണ് ജോലിയൊക്കെ ചെയ്ത് തൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്തില്ലേ പഠിക്കാൻ, ആ ഒരു ബ്രദറിനെ ആര് സപ്പോർട്ട് ചെയ്യണം? പഠിച്ച് തിരിച്ച് വന്ന ആൾ സപ്പോർട്ട് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് നെസസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. അപ്പോൾ പഠിച്ച് തിരിച്ച് വന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ആർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം അത്യാവശ്യമാണ്, നെസസറി ആയിട്ട് വരികയാണ്, ഇനിയും പൈസ വേണം എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ മൈൻസിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് തൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യാം, അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് പേജ് നോക്കാം. വൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ച് ദേ ടോസ്ഡ് ദ കോയിൻ ദാറ്റ് വുഡ് ഡിറ്റർമൈൻ ദെയർ ഫ്യൂച്ചർ. അപ്പം സൺഡേ മോർണിംഗ് ഞായറാഴ്ച രാവിലെ ആഫ്റ്റർ ചേർച്ച് അവർ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ദേ ടോസ്ഡ് ദ കോയിൻ. അവർ ആ ഒരു കോയിൻ ടോസ് ചെയ്തു. ദാറ്റ് വുഡ് ഡിറ്റർമൈൻ ദെയർ ഫ്യൂച്ചർ. അതാണ് അവരുടെ ഫ്യൂച്ചർ, ഭാവി തീരുമാനിക്കുന്നത്. ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിക്കുക അല്ലേ. അപ്പം ആ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അവരുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. ആൽബ്രറ്റ് ഡ്യൂറർ the younger brother won the toss and went off to the academy. അപ്പോൾ പിന്നെ ഇവിടെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ആൽബർട്ടും ഉണ്ട് ആൽബ്രറ്റും ഉണ്ട്. അപ്പം ആൽബ്രറ്റ് ഡ്യൂറർ അതാണ് യങ്ങർ ബ്രദർ, ഇളയ
സഹോദരനാണ്. വൺ ദ ടോസ്, അവനാണ് ആ ഒരു ടോസിൽ ജയിച്ചത്. ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാദമി, ആ ഒരു അക്കാദമിയിൽ പഠിക്കാൻ പോയി. Albert went down into the dangerous mines and for the next 4 years supported his brother. അപ്പം ആൽബ്രറ്റ് ഡ്യൂറർ ആണ് യങ്ങർ ബ്രദർ. അവനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അക്കാദമിയിൽ പഠിക്കാൻ പോയിട്ടുള്ളത്. ആൽബർട്ട്, ALBERT, ആൽബർട്ട്, അവൻ എന്ത് ചെയ്തു, ഡേഞ്ചറസ് ആയിട്ടുള്ള മൈനിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയി. ഫോർ ദ നെക്സ്റ്റ് 4 years, അടുത്ത 4 വർഷത്തേക്ക് അവൻ പോയിട്ടുണ്ട്. സപ്പോർട്ടഡ് ഹിസ് ബ്രദർ, അവൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽബ്രട്ട്സ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. ഇമ്മീഡിയറ്റ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിക്കുക, പ്രശസ്തിയിലേക്ക് വരിക. അപ്പോൾ ആൽബ്രട്ട്സിൻ്റെ ആ ഒരു അക്കാദമിയിലുള്ള വർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫേമസ് ആയി, പെട്ടെന്ന് തന്നെ പ്രശസ്തമായി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, അവന് ആർട്ടിലുള്ള കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതുമാണ്. അത് മാത്രമല്ല അവന് ആ ഒരു ഫീൽഡിൽ നല്ല കഴിവുള്ള വ്യക്തി കൂടിയാണ്. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു മേഖലയിൽ അവൻ ക്ലിക്കായത്. ഓക്കെ, ആൽബ്രട്ട്സ് etchings, his woodcuts and his oil paintings were far better than those of most of his professors. അപ്പം ആൽബ്രട്ട്സ് എന്ന് പറയുന്നത് പഠിക്കാൻ പോയ ആൾ, അവൻ്റെ എച്ചിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തുപണികൾ, അതുപോലെ ഹിസ് വുഡ് കട്ട്സ്, അതായത് മരത്തിലുള്ള കൊത്തുപണികൾ, ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ്, അവൻ്റെ ഓയിൽ പെയിൻറ്റിങ്സ് ഒക്കെ വർ ഫാർ ബെറ്റർ ദാൻ ദോസ് ഓഫ് മോസ്റ്റ് ഓഫ് ഹിസ് പ്രൊഫസേഴ്സ്. അവൻ്റെ പ്രൊഫസേഴ്സിനേക്കാൾ അധികം, അല്ലെങ്കിൽ അവൻ്റെ ടീച്ചേഴ്സിൻ്റെ വർക്ക്സിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു, വളരെയധികം നല്ലതായിരുന്നു. ഇവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വർക്കിനേക്കാളും ഒരുപാട് മുകളിലുള്ളതായിരുന്നു ഇവൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് മെച്ചപ്പെട്ട വർക്ക്സാണ് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എത്രമാത്രമായിരിക്കും കഴിവ് എന്നുള്ളത് ചിന്തിക്കാമല്ലോ നമുക്ക്. ടീച്ചേഴ്സിനേക്കാളും നന്നായിട്ട് സ്റ്റുഡൻറ്റ് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റിന് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, by the time he graduated, he was beginning to earn a considerable fee for his works. അപ്പം ഇവൻ അങ്ങനെ പഠിച്ച് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഏൺ ചെയ്യാൻ തുടങ്ങി. കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക്സ്, അവൻ ചെയ്തു കൊടുക്കുന്ന വർക്ക്സിനൊക്കെ അവൻ നല്ല രീതിയിലുള്ള, അതായത് വളരെയധികം ഫീസ് വാങ്ങാൻ തുടങ്ങി. കാരണം അത്രയും മികച്ച വർക്ക്സാണ് അവൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവന് അങ്ങനെ ഫീസ് വാങ്ങാം അല്ലേ. അപ്പോൾ അവൻ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. When the young artist returned to his village, the Dürer family held a festive dinner on their lawn to celebrate his homecoming. അപ്പം ഈ ഒരു യങ് ആർട്ടിസ്റ്റ് അവൻ അവൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അവൻ്റെ വില്ലേജിലേക്ക് അവൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരുന്ന സമയത്ത് ദ ഡ്യൂറർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റീവ് ഡിന്നർ. അപ്പം ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡിന്നർ തന്നെ ഈ ഒരു ഡ്യൂറർ ഫാമിലി ഇവന് വേണ്ടിയിട്ട് ചെയ്യാണ്. എവിടെയാണ്? ഓൺ ദെയർ ലോൺ ടു സെലിബ്രേറ്റ് ഹിസ് ഹോം കമ്മിങ്. ലോൺ എന്ന് പറഞ്ഞാൽ മൈതാനം അല്ലെ പുൽത്തകിടി. അവിടെ വെച്ചിട്ടാണ് ഇവൻ്റെ തിരിച്ചു വരവ് ഇവർ ആഘോഷിക്കുന്നത്. വലിയ ഡിന്നറൊക്കെ, നല്ല ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് അവനെ കാത്തിരിക്കുകയാണ് എല്ലാവരും, ഈ ഒരു അവൻ്റെ തിരിച്ചു വരവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ. അതൊരു ലോങ് ആയിട്ടുള്ളതും അതേപോലെ മെമ്മറബിൾ ആയിട്ടുള്ള, അതായത് എന്നും ഓർത്തിരിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു മീല് തന്നെ ആയിരുന്നു. ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. അപ്പം ആ ഒരു ഡിന്നർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മ്യൂസിക്കും ലാഫ്റ്ററും, അതായത് അവരുടെ സന്തോഷവും ആ ഒരു ഒത്തുചേരലിൻ്റെ ആ ഒരു ആഹ്ലാദമൊക്കെ നിറഞ്ഞതായിരുന്നു എന്ന് പറയാണ്. അറ്റ് ദ എൻഡ്, അപ്പം അവസാനം, ആൽബ്രട്ട് റോസ് ഫ്രം ഹിസ് ഹോണേഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. അപ്പം ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഓവൽ ഷേപ്പിലാണെങ്കിൽ ഇപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ആളിരിക്കുന്ന ഒരു ഭാഗം. അപ്പം ആ ഒരു പൊസിഷനിൽ ആൽബർട്ട് റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ ഉയർന്നു എന്നുള്ളതാണ് കേട്ടോ, അല്ലാതെ ഫ്ലവർ അല്ല കേട്ടോ. അപ്പം അവൻ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലവ്ഡ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് ഇനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ. അപ്പം അവനെ ഇങ്ങനെ ഡ്രാങ്ക് എ ടോസ്റ്റ് മീൻസ് ഇങ്ങനെ എഴുന്നേറ്റ്
എണീറ്റ് നിന്നിട്ട് ചിയേഴ്സ് പറയില്ലേ, ഗ്ലാസ് പൊക്കിയിട്ട്. ഓക്കെ, അങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പൊക്കിയിട്ട് ചിയേഴ്സ് പറയുന്നതിനാണ് ഡ്രാങ്ക് എ ടോസ്റ്റ് എന്ന് പറയുക. അങ്ങനെ ചിയേഴ്സ് പറഞ്ഞ് അത് കുടിച്ചു. എന്താണ്, എന്തെങ്കിലും ഡ്രിങ്ക്സ് ആയിരിക്കാം. ടു ഹിസ് ബിലവ്ഡ് ബ്രദർ. ആരോടാണ് ചിയേഴ്സ് പറഞ്ഞത്? അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രദറിനോടാണ്. ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് എനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ. എന്തിനാണ്? ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുക എന്നുള്ള തൻ്റെ അംബീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത് തൻ്റെ ബ്രദറിൻ്റെ 4 വർഷം ഇവന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജോലി ചെയ്ത് അവൻ്റെ സ്റ്റഡീസിന് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. സോ അതിനാണ് ഒരു താങ്ക്സ് പോലെ ചിയേഴ്സ് പറയുകയാണ് ഇവിടെ. His closing words were, "And now, Albert, blessed brother of mine, now it is your turn." അപ്പം അവൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? "And now, Albert, blessed brother of mine, now it's your turn." ഇത് ഇനി നിൻ്റെ ഊഴമാണ്, എൻ്റെ അനുഗ്രഹീതനായ ബ്രദർ, സഹോദര, ഇനി നിൻ്റെ ഊഴമാണ്. "Now you can go to the academy to pursue your dream and I will take care of you." നീ എന്ത് ചെയ്യണം? Go to the academy to pursue your dream. നിൻ്റെ ഡ്രീം, നിൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പെർസ്യൂ ചെയ്യാൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നീ അക്കാഡമിയിൽ പോയിട്ട് ചേരണം. ഇനി നീ അവിടേക്ക് പോകണം. ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ നിൻ്റെ എല്ലാ ചിലവുകളും ചെയ്തോളാം. നീയാണല്ലോ ഇപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ആർട്ടിസ്റ്റാക്കി എന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് ആക്കിയത് നീയാണ്. അപ്പം ഇനി ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനി നീ അക്കാഡമിയിൽ പോയി ചേർന്ന് അവിടെ പഠിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.